സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയെ വീണ്ടും ചോദ്യം ചെയ്യും. ജയസൂര്യയുടെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും നടപടി. ജയസൂര്യയ്ക്ക് ലഭിച്ചത് തട്ടിപ്പിലൂടെയുള്ള പണമാണെന്നാണ് ഇ ഡി നിഗമനം. 2 തവണയാണ് ജയസൂര്യയെ ഇ ഡി ചോദ്യം ചെയ്തത്. അന്ന് ലഭിച്ച മൊഴികൾ ഇ ഡി വിശദമായി പരിശോധിക്കുകയാണ്. ഈ പരിശോധന പൂർത്തിയായ ശേഷം ജയസൂര്യയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇ ഡി ആലോചിക്കുന്നത്. ജയസൂര്യയും സേവ് ബോക്സ് ആപ്പ് ഉടമ സ്വാദിഖ് റഹീമും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്നത്. കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായുള്ള കരാറാണ് ജയസൂര്യയ്ക്ക് കുരുക്കായത്. ഇതിന്റെ ഭാഗമായി ജയസൂര്യയ്ക്ക് വൻ തുക ലഭിച്ചിട്ടുണ്ട്. കുറ്റകൃത്യത്തിന്റെ ഭാഗമായി വന്നുചേർന്ന പണമാണ് ജയസൂര്യയ്ക്ക് ലഭിച്ചതെന്നാണ് ഇ ഡിയുടെ നിഗമനം. കൂടുതൽ അന്വേഷണത്തിന് ശേഷം ഈ തുക കണ്ടുകെട്ടും. കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന ബന്ധം മാത്രമാണ് തനിക്ക് സ്വാദിഖുമായി ഉള്ളതെന്നാണ് ജയസൂര്യയുടെ മൊഴി. സിനിമാ മേഖലയിലെ നിരവധി പേരുമായി സ്വാദിഖിന് ബന്ധമുണ്ട്. ഇവരിൽ ചിലരെയും ഇ ഡി ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. തൃശൂർ വെസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇ ഡി കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നത്. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപത്തിന്റെ പേരിൽ 43 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. മീഡിയ 1 കൊച്ചി.